ഹായ്, ഇന്ന് നമ്മൾ റംദാൻ സ്പെഷ്യലായിട്ട് ഒരു കിഡിലനായിട്ടുള്ള ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മന്തി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഷോക്കാവും. ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് എത്ര ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 2 മാഗി ക്യൂബ്, പിന്നെ കുറച്ച് ഗ്രാമ്പു, അതേപോലെ ഏലക്ക, പിന്നെ ഉണക്ക നാരങ്ങയും പിന്നെ പട്ടയും എടുക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഓളായിട്ടുള്ള കുരുമുളക്, കുറച്ച് പച്ചമുളക്, കുറച്ച് ക്യാപ്സിക്കൻ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, നമ്മൾ കുരുമുളക് പൊടിച്ചെടുത്ത്, പിന്നെ കുറച്ച് ബേ ലീഫ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് റെഡ് കളറാണ്, പിന്നെ വലിയ ജീരകം, ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടി മാത്രം മതി. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ എടുക്കുന്ന റൈസ് എന്ന് പറയുന്നത് സെല്ല റൈസ് ആണ്. ഈ യെല്ലോ കളർ, വൈറ്റ് കളറും അവൈലബിൾ ആണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ആണ് കേട്ടോ. ഞാനിവിടെ 3 ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അരി നമ്മൾ നോർമലായിട്ട് വേവിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് ചൂട് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. 2 പീസ് പട്ട, ഫുള്ളായിട്ടുള്ള ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം, ഗ്രാമ്പൂ, അതേപോലെ ഒരു 3-4 പീസ് ഏലക്കയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു റൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അളവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റൈസിനനുസരിച്ചിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്ക്, നമ്മൾ സെല്ല റൈസ് നേരത്തെ തന്നെ നമുക്ക് സോക്ക് ചെയ്യൊന്നും വേണ്ട, അപ്പം തന്നെ കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 75-80 അത്ര മാത്രം നമുക്ക് വെന്തിട്ടേ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുക്കറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വലിയൊരു കാര്യമാണ് കേട്ടോ. വലിയ വായവട്ടമുള്ള ഒരു കുക്കർ തന്നെ എടുക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ ജീരകം അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രാമ്പു, അതേപോലെ ബാക്കിയുള്ള ഏലക്കായ, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, കൂടുതൽ വേണ്ട. മാഗീൻ്റെ സ്റ്റോക്ക് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ക്യാപ്സിക്കം, അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബേ ലീഫ് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 3 പീസ് ചിക്കനാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ റൈസ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ മീലൊക്കെ റൈസ് ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ റൈസ്. ഇനി ഒന്നും നോക്കണ്ട, ഇതിലേക്ക് ലെയർ ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. നമ്മൾ നേരത്തെ നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാത്രം ശ്രദ്ധിക്കുക, ഇങ്ങനെ മേലേക്ക് ചിക്കൻ ആവരുത് കേട്ടോ. എന്നിട്ട് ഈ ഊറ്റി വെച്ചിട്ടുള്ള ഈ റൈസ് അതേപടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ. നിങ്ങൾ ഫുഡ് കളർ യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്കിത് നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്മോക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്മോക്ക് ചെയ്യണമെങ്കിൽ ചാർക്കോൾ നിർബന്ധമാണ്. ഇനി ചാർക്കോൾ ഇല്ലാത്ത അപ്പോൾ ചാർക്കോൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം, ചെറിയൊരു പാത്രം മതി. ഇതിൻ്റെ ചൂടോട് കൂടിയിട്ട് നല്ല കണലാവണം കേട്ടോ. ഇനി ഇതിലേക്ക് സ്മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സൺഫ്ലവർ ഇല്ലേ, അല്ലെങ്കിൽ സൺഫ്ലവറോ ഏത് ഓയിലായാലും കുഴപ്പമില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചില ആൾക്കാർ സ്മോക്ക് വരുന്നതിന് മുമ്പ് തന്നെ എടുത്ത് ക്ലോസ് ചെയ്യും. സ്മോക്ക് നന്നായിട്ട് പുറത്തേക്ക് വന്ന ശേഷം വേണം ലിഡ് എടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ. നേരെ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഈ ചിക്കൻ ഈ ഒരു ഒറ്റ വിസിലിൽ വേവ് കിട്ടും. നല്ല ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ നന്നായിട്ട് വേവും. അപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ മന്തി തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഒരു റംലാന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്.